എത്രയോ നല്ല അടുപ്പത്തിൽ കഴിഞ്ഞിരുന്നവരായിരുന്നു. അടുപ്പ് പോലും ഒന്ന് മതി എന്ന് പറഞ്ഞിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇത് പറഞ്ഞ് നെടുവീർപ്പെടുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ബന്ധങ്ങൾ തകരുന്ന അല്ലെങ്കിൽ തളരുന്ന അവസരങ്ങളിൽ. അപ്പം ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, പിന്നീട് എന്ത് പറ്റി? പിന്നെ എന്ത് പറ്റാനാ? അത് പയ്യെ പയ്യെ അങ്ങ് അകന്നു. പിന്നെ പരസ്പരം വിശ്വാസമില്ലാതായി. അത് കഴിഞ്ഞ് വഴക്ക് കേസായി. കേസ് മൂത്ത് ഈ ഗതിയിലായി. രണ്ടു കൂട്ടരുടെയും ഐശ്വര്യവും നഷ്ടപ്പെട്ടു, മനസമാധാനവും പോയി, പ്രസ്ഥാനവും തകർന്നു. ഇതൊക്കെയാണ് പൊതുവെ കേൾക്കുന്ന ആത്മകഥകൾ. ഇതിനകത്ത് ഒരു വാക്ക് ആണ് വളരെ പ്രധാനപ്പെട്ടത് എന്ന് ഞാൻ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എല്ലാ ബന്ധങ്ങളിലും വളരെ പ്രധാനപ്പെട്ടതാണ്. പരസ്പരമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഇംഗ്ലീഷിലെ ട്രസ്റ്റ് ഡെഫിസിറ്റ് എന്ന് പറയും. അത് വിശ്വാസം കുറഞ്ഞു എന്നാണ്. ഈ ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക, വിശ്വസിക്കുക എന്നർത്ഥം. ഞാൻ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, കുഞ്ഞുങ്ങളെ കളിപ്പിക്കുമ്പോൾ ഒരു പൊക്കത്ത് നിൽക്കുന്ന കുഞ്ഞിനോട് ഇങ്ങോട്ട് ചാടിക്കോ എന്ന് പറയുമ്പോൾ ആ കുഞ്ഞ് ട്രസ്റ്റ് ചെയ്തിട്ടാണ് ചാടുന്നത്. എന്താ ട്രസ്റ്റ് ചെയ്യുന്നത്? ഞാൻ ചാടുമ്പോൾ എന്നെ സുരക്ഷിതമായി പിടിക്കുവാനും സുരക്ഷിതമായിട്ട് എന്നെ നോക്കുവാനായിട്ടും കൈകൾ വിരിച്ചു പിടിച്ചിട്ടുള്ള എൻ്റെ പിതാവ് അല്ലെങ്കിൽ മാതാവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എൽഡർ അവിടെ ഉണ്ട്. ആ ആളിൽ വിശ്വസിച്ചിട്ടാണ് ആ കുഞ്ഞ് ചാടുന്നത്. അപ്പോൾ ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത് അത്ര ആഴത്തിലുള്ള ഒരു വിശ്വാസമാണ്. ഒരാൾക്ക് മറ്റൊരാളിൽ അല്ലെങ്കിൽ ഒരു കൂട്ടർക്ക് മറ്റൊരു കൂട്ടർ. അത് കുറയുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ബന്ധങ്ങൾ അകലുന്നു എന്നാണ്. ബന്ധങ്ങൾ അകലുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയൊന്നും വിശ്വസിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു തോന്നലിലേക്ക് വരും. അങ്ങനെ വിശ്വാസം കുറയുമ്പോൾ അടുപ്പം കുറയുമ്പോൾ മുന്നോട്ടുള്ള കാര്യങ്ങളിലും മാറ്റങ്ങൾ വരും. അടുപ്പം കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് അകൽച്ചയാണ്. അടുപ്പം കുറഞ്ഞ് അകൽച്ച കൂടുന്തോറും അല്ലെങ്കിൽ അടുപ്പം കുറയും തോറും അകൽച്ച കൂടുന്തോറും ഈ ട്രസ്റ്റ്, വിശ്വാസം ഡെഫിഷ്യൻ്റായി വറ്റി പിന്നെ സീറോ ട്രസ്റ്റായിട്ട് മാറും. സീറോ ട്രസ്റ്റും കഴിഞ്ഞിട്ടൊരു അവസ്ഥയും കൂടെ കൂടിയുണ്ട്. പിന്നെ മിസ്ട്രസ്റ്റായി. ആ മിസ്ട്രസ്റ്റാണ് സ്റ്റേജിലാണ് വഴക്കും പിന്നീട് ലിറ്റിഗേഷനും വരുന്നത്. എല്ലാ വഴക്കും കേസാണോന്നില്ല, അത് വേറൊരു ഗതിയാണ്. വഴക്കുകൾ കേസുകളാക്കുക എന്നുള്ളത് ദുർഗതിയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ. പണ്ട് കർണന്മാർ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഒരു തറവാട് നശിക്കാൻ 2 കാരണങ്ങൾ മതി അന്നത്തെ കാലഘട്ടത്തിൽ. ഒന്ന്, ഒരു കിഡ്നി രോഗം. 2, നല്ലൊരു കേസ്. ഒരു കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തറവാട് മുടിയും. അങ്ങനെ തറവാട് മുടിഞ്ഞ് ഐശ്വര്യം നഷ്ടപ്പെട്ട ഒരുപാട് പേരെ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് എല്ലാം കേസുകളിൽ പെട്ടുപോയതാണ്, കേസുകളിൽ കുടുക്കിയതാണ്. ഒരു ജീവിതമോ ഒരു തലമുറയോ തന്നെ അങ്ങനെ കേസുകളിൽ പെട്ട് കുടുങ്ങി തീർന്നതും നമുക്കറിയാം, തലമുറകൾ പോലും. അപ്പം ഞാനീ പറഞ്ഞു വരുന്ന ഈ ട്രസ്റ്റ് ഡെഫിസിറ്റ് ആണ് ഇതിൻ്റെ അടിസ്ഥാന കാരണമെന്നുണ്ടെങ്കിൽ, എവിടെയാണ് ഈ വിശ്വാസം നഷ്ടപ്പെടാൻ തുടങ്ങിയത് അല്ലെങ്കിൽ കുറയാൻ തുടങ്ങിയത്? ആ സ്റ്റേജിലേക്ക് തിരിച്ചു പോയിട്ട് അവിടെ അത് പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചാൽ ഇത് തീർച്ചയായിട്ടും വീണ്ടും വിളക്കി ചേർക്കാവുന്നതേ ഉള്ളൂ. വെൽഡിംഗ് ആണ്, വെൽഡ് ചെയ്ത് പിടിപ്പിക്കലാണ്. ഈ വെൽഡിംഗ് റോഡാണ് ഈ വിശ്വാസം. ഏത് സംഘടനകളിലാണെങ്കിലും ബന്ധങ്ങളിലാണെങ്കിലും എല്ലാം ഒരു വെൽഡിംഗ് റോഡ് ഉണ്ടാവും. ആ വെൽഡിംഗ് റോഡാണ് വിശ്വാസം. അത് ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ആ വെൽഡിംഗ് റോഡ് ദൈവമാണ്. ഈ ദൈവത്തെ പോലും ഇപ്രകാരം ഒരു ട്രസ്റ്റിലല്ലേ കൊണ്ട് നടക്കുന്നത്. ദൈവത്തെ ട്രസ്റ്റ് ചെയ്യാത്തവർ ദൈവത്തെ പറ്റിച്ച് ജീവിക്കുന്നവരാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യും. ആ ട്രസ്റ്റ് ഡെഫിസിറ്റ് വരുമ്പോഴാണ് പിന്നെ ആത്മീയത കാപട്യമായിട്ട് മാറുന്നത്. നമ്മുടെ ബന്ധങ്ങളിലും ഈ ട്രസ്റ്റ് ഡെഫിസിറ്റ് വരുമ്പോൾ കപട ജീവിതമായിട്ട് മാറും. അത് പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധങ്ങളിലും
ഞാൻ കണ്ടിട്ടുണ്ട്. അത് തകർന്ന് അല്ലെങ്കിൽ തളർന്ന് ഉലഞ്ഞ് തകരുന്നതിൻ്റെ കാരണം ഈ ട്രസ്റ്റ് ഡെഫിസിറ്റാണ്. പരസ്പരമുള്ള വിശ്വാസം ചതിച്ച് വഞ്ചിക്കുമ്പോഴാണ്. അതുകൊണ്ട് ദൈവത്തെ പോലും ഈ ട്രസ്റ്റ് ഡെഫിസിറ്റിൽ കൊണ്ടു നടക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരേർപ്പെടുന്ന കാര്യങ്ങളിലും ഇതേ ഗതി തന്നെ ഉണ്ടാകും എന്നും മറക്കരുത്. അതുകൊണ്ട് വിശ്വാസം എന്നുള്ളത്, പരസ്പര വിശ്വാസം എന്നുള്ളത് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതും നമ്മൾ സൂക്ഷിച്ച് കൊണ്ടു നടക്കേണ്ടതുമാണ്. ബോധപൂർവമായൊരു ശ്രമമില്ല എന്നുണ്ടെങ്കിൽ അത് തകരും. അതിൻ്റെ ദുരന്ത ഫലങ്ങൾ ഇരു കൂട്ടർക്കും തലമുറകളോളം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. വിശ്വാസങ്ങളിൽ അടിയുറച്ച നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ പരിശ്രമിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരും.